Dear students, welcome to Learner's World. In this video, I'm going to talk about Model Question Paper Analysis 2025, FIUGP, MDC BA Languages, 3rd Semester, Calicut University. MDC BA Languagesൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. ടൈം 1.5 hours ആണ്. മാക്സിമം മാർക്സ് 50 ആണ്. 3 സെക്ഷൻസ് ആയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. സെക്ഷൻ എ എന്ന് പറയുന്നത് 1 or 2 സെൻറ്റൻസസിൽ ആൻസർ ചെയ്യാനുള്ളതാണ്. 10 questions ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുമ്പോൾ 2 മാർക്കാണ് കിട്ടുന്നത്. സീലിംഗ് 16 ആണ്. സെക്ഷൻ ബി എന്ന് പറയുന്നത് 100 വേർഡ്സിന് എഴുതാനുള്ള ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതാനുള്ള ഒരു ആൻസറാണ്. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ 6 മാർക്കാണ്. സീലിംഗ് 24 ആണ്. സെക്ഷൻ സി എന്ന് പറയുന്നത് 300 വേർഡ്സിന് എഴുതാനുള്ള ഒരു എസ്സേ ആണ്. 3 questions ഉണ്ട്. ഒരു ക്വസ്റ്റ്യന് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. 10 മാർക്കാണ് കിട്ടുന്നത്. സെക്ഷൻ എ ആൻസർ ഇൻ 1 or 2 sentences, 2 marks each. ഓഫ് വൺ കൈൻഡ്, വൺ ഫെയ്ത്ത്, വൺ ഗോഡ് ഈസ് മാൻ, കമൻറ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ജാതി നിർണയം ബൈ ശ്രീനാരായണ ഗുരു ഈ ഒരു വർക്കിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. This line by Srinarayana Guru promotes the idea of universal brotherhood and equality, rejecting caste and religious divisions. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ലൈനാണിത്. ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു യൂണിവേഴ്സൽ ബ്രദർഹുഡ്, ഈക്വാലിറ്റി, അതുപോലെ കാസ്റ്റ് റിജക്ഷൻ, റിലീജിയസ് ഡിവിഷൻസിൻ്റെ റിജക്ഷനൊക്കെയാണ് ഇതിൽ പറയുന്നത്. വാട്ട് ഹാപ്പൻസ് വെൻ ദ നരേറ്റർ ഫേസസ് ദ ക്യാമറ ഇൻ കെ ജി ശങ്കരപിള്ളസ് പോം? ഫോട്ടോസ് ഇൻ വേരിയസ് പോസസ് ബൈ കെ ജി ശങ്കരപിള്ള. ഈ ഒരു കവിതയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഈ ഒരു കവിതയിൽ നരേറ്ററിന് എന്താണ് സംഭവിച്ചത് തൻ്റെ ഫേസിലേക്ക് ക്യാമറ കൊണ്ടുവരുന്ന സമയത്ത്? When the narrator faces the camera, he panics and feels deeply uneasy. The camera's single eye becomes a frightening, almost supernatural force, a tunnel of night at its core. അതായത് ഈ നരേറ്റർ ഫേസിലേക്ക് ക്യാമറ കൊണ്ടുവരുന്ന സമയത്ത് നരേറ്റർ പാനിക്കാണ് ചെയ്തിട്ടുള്ളത്. ഈ ക്യാമറയിലേക്ക് നോക്കുന്ന സമയത്ത് പേടിപ്പെടുത്തുന്ന ഒരു ഫീലാണ് നരേറ്റർക്ക് തോന്നുന്നത്. സിംബലൈസിങ് judgment and exposure, he feels disoriented, his eyes soak, his lips wither, and his ears itch as though detached from him. The poet described this as a moment of splitting, I splintered into many, showing how self-image and inner reality separate when he is being watched. Instead of harmony and confidence, he feels fragmented and scattered like rain. The camera thus represents modern alienation and loss of inner unity before the mechanical objectifying gaze. ക്യാമറ കൊണ്ടുവരുന്ന സമയത്ത് തൻ്റെ ഫിഗർ സ്കാറ്റേഡ് ആയിട്ടുള്ള പോലെയാണ് തോന്നിയത്. അതായത് ചിതറിയ പീസ് ആയിട്ട് മാറിയിട്ടുള്ള ഒരു അവസ്ഥയാണ് നരേറ്റർക്ക് ഫീൽ ചെയ്യുന്നത്. വൈ വാസ് വെല്ലി എക്സ്പെൽ ഫ്രം സ്കൂൾ? എന്തുകൊണ്ടാണ് വെല്ലിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത്? ഇത് അഗഡ നായക ഡയറക്ടർ സിന്ധു രാജ് സാജൻ ഈ ഒരു ഷോർട്ട് ഫിലിമിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. Velli, a young tribal boy from Attapadi, is expelled from school because he fails to bring his parents when the teacher asks him to. The teachers do not realize that Velli is an orphan cared for by his grandmother. When he cannot fulfill their demand, they misunderstand his situation and expel him. His expulsion reflects the lack of sensitivity and understanding towards tribal children and their backgrounds. It also highlights how language and cultural barriers alienate tribal students like Velli in Malayalam medium schools. വലിയൊരു അട്ടപ്പാടിയിലെ ഒരു ട്രൈബൽ സ്റ്റുഡൻ്റാണ്, ഓർഫണാണ്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് പാരൻസിനെ കൊണ്ടുവരാൻ പറഞ്ഞ സമയത്ത് കൊണ്ടുവരാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ടീച്ചേഴ്സ് പുറത്താക്കിയത്. ഇത് ഒരു മലയാളം മീഡിയം സ്കൂളിൽ പഠിക്കുന്ന വെല്ലിയുടെ ട്രൈബൽ ലാംഗ്വേജ് ഇവിടെ ഉപയോഗിക്കാൻ കഴിയാത്തത് മൂലം ഉണ്ടാകുന്ന ഒരു ലാംഗ്വേജ് ബാരിയർ മൂലം ഇങ്ങനൊരു ഏലിയനേഷൻ, ഒരു ഏകാന്തത വെല്ലിക്ക് അനുഭവപ്പെടേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ഹൗ ഡസ് പണിക്കർ നരേറ്റ് ദ ആക്ട്സ് ഓഫ് അരികുല ഇൻ ദ ഫിലിം? കണ്ടിട്ടുണ്ട് ഡയറക്റ്റഡ് ബൈ അദിതി കൃഷ്ണദാസ്. ഈ ഒരു ഷോർട്ട് ഫിലിമിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. എങ്ങനെയാണ് പണിക്കർ നരേറ്റ് ചെയ്തത് അരികുല ഈ ഒരു ഫിലിമിൽ? പണിക്കർ നരേറ്റ്സ് അരികുല സ്റ്റീൽസ് വിത്ത് വിവിഡ് ഡീറ്റെയിൽ. ഹി ഡിസ്ക്രൈബ് അരികുല എ ഫേസ്ലെസ് ഷാഡോ ദാറ്റ് ഫോളോസ് മെൻ. വാട്ട് ഇസ് ഇഷ്യൂ ഡെൽ വിത്ത് ഇൻ ദ മൂവി അഗഡ നായക? ഈ ഒരു ഷോർട്ട് ഫിലിമിൽ എന്ത് ഇഷ്യൂ ആണ് ഡീൽ ചെയ്യുന്നത്? അഗഡ നായക ഡയറക്റ്റഡ് ബൈ സിന്ധു സാജൻ. ദ മെയിൻ ഇഷ്യൂ in Agadu Nayaga is the linguistic and cultural discrimination experienced by tribal children in education, showing how the
inclusion of their native language causes social isolation and loss of self-worth. ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചർ ഡിസ്ക്രിമിനേഷൻ ആണ് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. വെല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ട്രൈബൽ സ്റ്റുഡൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ഡിസ്ക്രിമിനേഷൻ, അതായത് തൻ്റെ ട്രൈബൽ ലാംഗ്വേജ് മലയാളം മീഡിയം സ്കൂളിൽ ഉപയോഗിക്കാൻ പറ്റാത്തത് മൂലം ഉണ്ടാകുന്ന ഒരു ഏലിയനേഷൻ, ഒരു സോഷ്യൽ ഐസൊലേഷൻ ആൻഡ് ലോസ് ഓഫ് സെൽഫ് വർത്ത് ഒക്കെയാണ് ഇതിൽ ഇഷ്യൂ ആയിട്ട് വരുന്നത്. ഈ ഷോർട്ട് ഫോം ഈ ഷോക്കേസ്ഡ് ഇൻ 9 ലീവ്സ്. 9 ലീവ്സിൽ എന്ത് ആർട്ട് ഫോമാണ് കാണിക്കുന്നത്? ദ ഡാൻസർ ഓഫ് കണ്ണൂർ ബൈ വില്യം ഡാൽറിംബിൾ. ഈ ഒരു വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 9 ലീവ്സ് ബൈ വില്യം ഡാൽറിംബിൾ showcases various religious and traditional practices across India and likely features the Theyyam ritual art form. What is the goal of the little girl in Priya A.S. story? Onion curry and the 9 times table by Priya A.S. ഈ ഒരു വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്ത് ഗോളായിരുന്നു ആ ചെറിയ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത്? The little girl's goal is to study hard and succeed in life despite poverty, believing that education can change your future. അതായത് പോവർട്ടിയിലാണെങ്കിലും അവളുടെ ഡ്രീം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പഠിക്കുക, ജീവിതത്തിൽ വിജയിക്കുക. അവൾ ബിലീവ് ചെയ്തിരുന്നത് എഡ്യൂക്കേഷൻ അവളുടെ ഫ്യൂച്ചർ തന്നെ മാറ്റാൻ സഹായിക്കും എന്നുള്ളതായിരുന്നു. ഹു ആർ ബിലീവ്ഡ് ടു ദ ക്രിയേറ്റേഴ്സ് ഓഫ് ചവിട്ടുനാടകം? ചവിട്ടുനാടകത്തിൻ്റെ ക്രിയേറ്റേഴ്സ് ആരാണ്? ദ വ്യൂ ഫ്രം ചവിട്ടുനാടകം സ്റ്റാമ്പിംഗ് ഗ്രൗണ്ട്സ് ബൈ സരസ്വതി നാഗരാജൻ. ഈ ഒരു വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ലാറ്റിൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഓഫ് കോസ്റ്റൽ കേരള ഇസ് ബിലീവ്ഡ് ടു ഹാവ് ക്രിയേറ്റഡ് ചവിട്ടുനാടകം, ബ്ലെൻഡ് യൂറോപ്യൻ തിയേറ്റർ വിത്ത് ലോക്കൽ കൾച്ചർ. വാട്ട് ഈസ് ദ സെൻട്രൽ കൺസേൺ ഇൻ ദ മൂവി 1956 സെൻട്രൽ ട്രാവൻകൂർ? ഈ ഒരു മൂവിൻ്റെ സെൻട്രൽ കൺസേൺ എന്തായിരുന്നു? 1950 സെൻട്രൽ ട്രാവൻകൂർ ഡയറക്ടർ ഡോൺ പലാത്ര. The central concern of 1956 Central Travancore is the impact of migration and the harsh realities faced by Christian settlers who moved from Central Travancore to northern Malabar region of Kerala to clear forest and build a new life, focusing on their survival and moral dilemma. അതിൽ ഒരു സെൻട്രൽ കൺസേൺ എന്ന് പറയുന്നത് ഈ മൈഗ്രേഷൻ, കുടിയേറി പാർക്കുന്നത് മൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, ക്രിസ്ത്യൻ സെറ്റിലേഴ്സ് ഫേസ് ചെയ്തിരുന്ന പ്രോബ്ലംസ് ആയിരുന്നു. അതായത് മലബാർ റീജിയനിലേക്ക് മാറിയ സമയത്ത് ഫോറസ്റ്റൊക്കെ ക്ലിയർ ചെയ്ത് ഒരു പുതിയ ജീവിതം തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. വാട്ട് ഈസ് ദ മോറൽ ഓഫ് ദ സ്റ്റോറി ദ റിച്ച് മാൻസ് വെസൽ? റിച്ച് മാൻസ് വെസലിൻ്റെ മോറൽ, സ്റ്റോറിയുടെ മോറൽ എന്തായിരുന്നു? ദ മോറൽ ഓഫ് ദ സ്റ്റോറി ദാറ്റ് ഗ്രീഡ് വാണ്ട്സ് മോർ ബട്ട് ലോസസ് ഓൾ. സെക്ഷൻ ബി, ആൻസർ ദ ഫോളോയിങ് ഇൻ എ പാരഗ്രാഫ്, 6 marks each. ക്രിട്ടിക്കലി കോമെൻറ്റ് ഓൺ നൂർ ജലീലാസ് ടെഡ് ടോക്ക്. നൂർ ജലീലാസ് ടെഡ് ടോക്ക് ക്രിട്ടിക്കലി കോമെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹൗ ഐ ലേൺ ടു ലിവ് ബൈ നൂർ ജലീല. ഈ ഒരു വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ടെഡ് ടോക്ക് ഹൗ ഐ ലേൺ ടു ലിവ്, നൂർ ജലീല, ഹു വാസ് ബോൺ വിതൗട്ട് ആംസ് ആൻഡ് ലെഗ്സ്, ഷെയർസ് ഹർ ഇൻസ്പയറിംഗ് ജേർണി ഓഫ് ടേണിംഗ് ഡിസബിലിറ്റി ഇൻടു സ്ട്രെങ്ത്. ഷി സിങ്സ് ആൻഡ് സ്പീക്സ് വിത്ത് കോൺഫിഡൻസ്, proving that physical limitations cannot stop talent. Noor emphasizes resilience, self-acceptance and optimism, calling herself the luckiest to have born this way. Her talk breaks stereotypes, challenges social attitudes towards disability and motivates others to believe in themselves. It delivers a powerful social message that true strength lies in attitude, not in physical ability. അവളുടെ ടെഡ് ടോക്കാണ് ഹൗ ഐ ലേൺ ടു ലിവ് എന്ന് പറയുന്നത്. ഇതിൽ കൈയും കാലൊന്നും ഇല്ലാതെ ബോൺ ചെയ്ത ഒരു ഡിസാബിൾഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നു നൂർ ജലീല. പക്ഷേ ഡിസാബിലിറ്റി തൻ്റെ ലക്കായിട്ട് എടുത്ത് അവൾ ഉയർന്നു വന്ന ഒരു ഗേളാണ് നൂർ ജലീല എന്ന് പറയുന്നത്. കോമൻറ്റ് ഓൺ തീമാറ്റിക് പ്രസൻറ്റേഷൻ ഓഫ് ഷോർട്ട് ഫിലിം. കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫിലിമിൻ്റെ തീമാറ്റിക് പ്രസൻറ്റേഷൻ കമൻറ്റ് ചെയ്യുക. കണ്ടിട്ടുണ്ട്, ഡയറക്റ്റഡ് ബൈ അദിതി കൃഷ്ണദാസ്. The short film Kandittunde blends folk horror and nostalgia to highlight the importance of preserving disappearing folklore. Through the storyteller Panikkar, who narrates spooky tales like that of Arugula, the film celebrates Kerala's oral traditions and cultural memory. Using humor, regional language, and simple animation, it shows how modern life is erasing all myths. The main theme is the value of storytelling and the need to protect Kerala's folk heritage from being forgotten. ഒരു ഷോർട്ട് ഫിലിമിൽ ഫോക്ക് ഹൊററും നൊസ്റ്റാൾജിയും കൂടി ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് നമുക്ക് അതായത് നമുക്ക്
നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫോക്ലോർ നാടോടി കഥകൾ സംരക്ഷിക്കുക എന്നുള്ള ഒരു മെസ്സേജ് ഇതിൽ നൽകുന്നുണ്ട്. ഡിസ്ക്രൈബ് ഹൗ ധനഞ്ജന പോർട്രേസ് ദ കോളനൈസേഴ്സ് ലൂട്ട് ഓഫ് ദ ലാൻഡ്. ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ധനഞ്ജയൻ പോർട്രേ ചെയ്തിട്ടുള്ളത് കോളനൈസേഴ്സിൻ്റെ ലാൻഡ് കൊള്ളയടിക്കൽ. In Ballad of Kochi, Parvati Dhananjayan portrays how colonial powers splendid in this natural wealth and cultural pride. She exposes the greed and exploitation of the colonizers who drained the land of its resources and dignity. അതായത് കോളനൈസേഴ്സ് തൻ്റെ ഗ്രീഡ് അതുപോലെ എക്സ്പ്ലോയിറ്റേഷനൊക്കെ മൂലം അവർ അത്യാർത്തി മൂലം ഈ ഒരു ലാൻഡിൻ്റെ റിസോഴ്സസ് മൊത്തം കൊള്ളയടിച്ചു എന്നാണ് പറയുന്നത്. The poem vividly describes the loss of native heritage, destruction of nature and the suffering of ordinary people under imperial rule. ഈ ഒരു ഇമ്പീരിയൽ റൂളിൻ്റെ കീഴിൽ ഈ ഒരു പോയം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് നാറ്റീവ് ഹെറിറ്റേജിൻ്റെ ലോസ്, അതുപോലെ ഡിസ്ട്രക്ഷൻ ഓഫ് നേച്ചർ, സഫറിങ് ഓഫ് ഓർഡിനറി പീപ്പിൾ. Through powerful imagery and emotion, Dhananjayan transformed the poem into a critique of colonialism and an assertion of India's right to reclaim its identity, culture and land. Next, elaborate on the hunger motive in Biryani by Santosh Chikkanam. ആ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ ഹങ്കർ മോട്ടിഫായിട്ട് വരുന്നുണ്ട്. അതിന് ഇലാബറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് സന്തോഷ് ചിക്കാനംസ് ബിരിയാണി ഹങ്കർ സിംബലൈസസ് പോവർട്ടി ആൻഡ് സോഷ്യൽ ഇൻഇക്വാലിറ്റി. ദ പുവർ ലേബറർ ഗോപാൽ യാദവ് വാച്ചസ് റിച്ച് പീപ്പിൾ വേസ്റ്റഡ് ഫുഡ് അറ്റ് എ വെഡിങ് വൈൽ ഹി സ്റ്റാവ്സ്. ഇതിൽ ഹങ്കർ സിംബലൈസ് ചെയ്യുന്ന പോവർട്ടിനെയും സോഷ്യൽ ഇൻഇക്വാലിറ്റിനെയാണ്. ഗോപാൽ യാദവ് ആണ് ഇതിലെ പ്രൊട്ടഗണിസ്റ്റ്. ഒരു പുവർ ലേബററാണ്. താൻ പട്ടിണി കിടക്കുന്ന സമയത്ത് പണക്കാർ ഒരു ഫുഡ് വേസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് ഇതിൽ കാണുന്നത്. The lavish first and dumping of leftovers contrasts sharply with his emptiness, showing the cruelty of class division. Hunger becomes both a literal pain and a metaphor for deprivation, revealing how the poor struggle for survival while the rich live in excess. The story uses this motive to criticize social injustice and evoke empathy for the marginalized. How does Ambika Sudhan Mangad bring out the disastrous plight of modern man in the story പ്രാണവായു എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറിയിൽ എങ്ങനെയാണ് അംബിക സുധൻ ഒരു ഡിസാസ്ട്രസ് പ്ലൈറ്റ് ഓഫ് മോഡേൺ മാൻ്റെ ദയനീയാവസ്ഥ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. In Pranavayu, Ambika Sudhan Mangad imagines a future where clean air has become a luxury and people must buy oxygen kits to survive. ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ അവർ ഇമാജിൻ ചെയ്യുകയാണ്, നമുക്കൊരു ഫ്യൂച്ചർ ഉണ്ട്, അവിടെ ക്ലീൻ എയർ എന്ന് പറയുന്നത് ഒരു ലക്ഷറി ആയിട്ട് മാറുന്ന, അതൊരു ഓക്സിജൻ കിറ്റ്, നമുക്ക് ജീവൻ നിലനിർത്തണമെങ്കിൽ ഒരു ഓക്സിജൻ കിറ്റ് ആവശ്യമായിട്ട് വരുന്ന ഒരു ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നുണ്ട്. ദിസ് ഡിസ്റ്റോപ്പിയൻ വേൾഡ് റിഫ്ലക്ട് ദ സീവിയർ ഇഫക്ട്സ് ഓഫ് പൊല്യൂഷൻ ആൻഡ് എൻവയൺമെൻറ്റൽ ഡിസ്ട്രക്ഷൻ ബൈ ടേണിംഗ് എയർ എ ബേസിക് ഹ്യൂമൻ നീഡ് ഇൻ എ കമ്മോഡിറ്റി മാനേജ്ഡ് വൺസ് ഓഫ് ഇക്കോളജിക്കൽ ക്രൈസിസ് caused by human greed and industrialization. The story is a powerful caution about the fate of modern men who exploit nature and ends up struggling for survival in post-war world. അതായത് നമ്മുടെ ഹ്യൂമൻ ഗ്രീഡിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണം നമ്മൾ നാച്ചുറൽ വേൾഡിനെ. ഇത് മൂലം ഈ ഒരു സ്റ്റോറിയിൽ ഇമാജിൻ ചെയ്യുന്ന ഒരു ഫ്യൂച്ചർ വേൾഡ് ഉണ്ട്. അതായത് നമ്മുടെ ജീവൻ നിലനിർത്താൻ ഓക്സിജൻ കിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ യാചിക്കുന്ന, ഓക്സിജൻ കിറ്റ് ഒരു ലക്ഷറി ആയിട്ട് മാറുന്ന ഒരു വേൾഡിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. Section C, write an essay on any one of the following questions in about 300 words, 10 marks. The story of the Theyyam dancer and the challenge to the status quo. Theyyam dancerൻ്റെ സ്റ്റോറി, അതുപോലെ അവരുടെ സ്റ്റാറ്റസ് ക്യോ ചലഞ്ച് ചെയ്യുന്നത് ഇതിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഡാൻസർ ഓഫ് കണ്ണൂർ അതിലുണ്ടല്ലോ, തെയ്യം ഡാൻസറെ കുറിച്ചിട്ട് പറയുന്നുണ്ടല്ലോ. The Theyyam dancer story reflects the power of subaltern voices in Kerala's culture history. അതായത് ഈ തെയ്യം ഡാൻസറുടെ സ്റ്റോറി റിഫ്ലക്റ്റ് ചെയ്യുന്നത് കേരള കൾച്ചർ ഹിസ്റ്ററിയിലെ സബാൾട്ടൺ വോയിസസ് ആണ്. അതായത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ വോയിസാണ് ഈ ഒരു തെയ്യം ഡാൻസസിലൂടെ പുറത്തേക്ക് വരുന്നത്. തെയ്യം പെർഫോംഡ് ബൈ പീപ്പിൾ ഫ്രം മാർജിനലൈസ്ഡ് കാസ്റ്റ് ട്രാൻസ്ഫോം ദ പെർഫോമർ ഇൻ ടു ഡിവൈൻ ബീങ് ഡ്യൂറിങ് ദ റിച്വൽ. അതായത് അത്രയും ദിവസങ്ങൾ അവരൊരു മാർജിനലൈസ്ഡ് പീപ്പിളായിട്ട്
ഒരു ലോവർ കാസ്റ്റിലുള്ള ആളായിട്ട് ജീവിച്ച് ഈ ഒരു തെയ്യം പെർഫോമൻസിൻ്റെ ആ ഒരു ടൈമിൽ അവർ ഡിവൈനായിട്ട് മാറുകയാണ്. അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ്. ദിസ് ഇൻവേർഷൻ ഓഫ് പവർ ടെമ്പറലി അലോസ് ദ ഒപ്രസ്ഡ് ടു സ്പീക്ക് ട്രൂത്ത് ടു അതോറിറ്റി. അതായത് ഈ സമയത്ത് അവരൊരു മാർജിനലൈസ്ഡിൻ്റെ അതായത് ലോവർ കാസ്റ്റിൻ്റെ വോയിസാണ് ഈ ഒരു തെയ്യം പെർഫോമൻസിലൂടെ അവർ അതോറിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നത്. ദ തെയ്യം ഡാൻസസ് ഡിഫെൻസ് ഓഫ് സോഷ്യൽ ഹൈറാർക്കി ചലഞ്ചസ് കാസ്റ്റ് ബേസ്ഡ് ഓപ്പറേഷൻ ആൻഡ് റിലീജിയസ് ഹിപ്പോക്രസി. ഇറ്റ്സ് ഡിവൈൻ റോൾ ബിക്കംസ് എ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അസർട്ടിങ് ഈക്വാലിറ്റി ബിഫോർ ഗോഡ്. From a social perspective, the story exposes how tradition and faith can serve as tool of resistance. The Theyyam dancer represent the enduring spirit of Kerala's folk culture, where art and spirituality merge to caution domination and affirm human dignity. Depiction of Kerala in the preface to the Ivory Throne by Manuel Pillai. കേരളനെ ഡെപിക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രിഫൈസ് ടു ദ ഐവറി ത്രോൺ ബൈ മനോജ് പിള്ളை. In the preface to the Ivory Throne, Manuel Pillai presents Kerala as a land shaped by paradoxes, deep traditions, progressive reform, and colonial encounters. Through the life of Maharani Sedu Lakshmi Bai, he explored Kerala's transition from feudalism to modernity. The preface highlights the region's matrilineal heritage, caste struggles, and the complex politics of Travancore. Pillai portrays Kerala not as a static society but as a dynamic one, constantly negotiating identity between old customs and modern ideas. His writing blends its historical depth with literary grace, making Kerala's story one of resilience, reform, and cultural hybridity. Analysis of the film 1950 Central Travancore in light of man-nature conflicts. And 1950 സെൻട്രൽ ട്രാവൻകൂറിന് വേണ്ടിയുള്ള ഫിലിം അനാലിസിസ് ചെയ്യുക, വിശകലനം ചെയ്യുക. നേച്ചർ കോൺഫ്ലിക്ട്സിൻ്റെ വെളിച്ചത്തിലാണ് ഇത് വിശകലനം ചെയ്യേണ്ടത്. 1950 Central Travancore, directed by Don Palatra, is a subtle reflection on man's migration and his uneasy relationship with nature. അതായത് ഇതിൽ കൂടുതലായിട്ട് പറയുന്നത്